കഴിഞ്ഞ ക്ലാസ്സിൽ ഏത് മെറ്റീരിയലിനെ കുറിച്ചാണ് പഠിച്ചേ? ലൈം അല്ലേ? ലൈം എന്താണ്, ലൈമിൻ്റെ ഇൻട്രൊഡക്ഷൻ നമ്മൾ പഠിച്ചു. ലൈം എവിടെ നിന്നാണ്, എങ്ങനെയാണ്, അതിൻ്റെ ഫോമിൻ്റെ പേരെന്താണ്, അതൊക്കെ പഠിച്ചു. കെമിക്കൽ ഫോർമുലയൊക്കെ പഠിച്ചു. പിന്നെ അതിൻ്റെ ലൈമിൻ്റെ ഡെഫിനേഷൻ എന്താണെന്നുള്ളത് പഠിച്ചു. ഒരു പൗഡേർഡ് ആയിട്ടുള്ള ഫോമാണ് ലൈം സ്റ്റോണിനെ ഹീറ്റ് ചെയ്തിട്ട് കിട്ടുന്ന പൗഡേർഡ് ആയിട്ടുള്ള ഫോമാണ് എന്ത്, ലൈം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് നമ്മൾ നോക്കി അല്ലേ? ക്ലാസ് എ ഉണ്ട്, ബി, ക്ലാസ് സി, ക്ലാസ് ഡി, ക്ലാസ് ഇ ആൻഡ് ക്ലാസ് എഫ് വരെ അല്ലേ? അല്ലേ? എത്ര പേരല്ലേ പഠിച്ചത്? അവിടെ വരെയല്ലേ പഠിച്ചത് എന്നല്ലേ? ഡൗട്ടൊന്നുമില്ലല്ലോ. പിന്നെ ഞാൻ നോട്ട്സ് ഇടാത്തതിന് കാരണം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ലിങ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ട്. റെഗുലറായിട്ട് ക്ലാസ്സിൽ കയറുന്നവർ പോലും ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ നോട്ട്സ് ഇടാത്തത്. കാരണം അത് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും പോസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഗ്രൂപ്പിൽ ലിങ്ക് ഇട്ടിട്ട് ഞാൻ വോയിസ് മെസ്സേജ് ഇട്ടിട്ടുണ്ടല്ലോ. അതായത് റെഗുലറായിട്ട് ക്ലാസ്സിൽ കയറുന്നവർ പോലും ആ ലിങ്കിൽ കയറി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ല. ക്ലാസ്സിൽ കയറാത്തവർക്ക് പറയില്ല എന്ന് വിചാരിക്കാം. ക്ലാസ്സിൽ കയറുന്നവർ പോലും അത് നോക്കിയിട്ടും ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ വീണ്ടും ഞാൻ ക്ലാസ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വീണ്ടും ജോയിൻ ചെയ്യുമ്പോൾ എനിക്ക് വീണ്ടും അത് റിപ്പീറ്റ് ആയിട്ട് ഇടേണ്ടതായിട്ട് വരും. ഓക്കെ, അതുകൊണ്ടാണ് ക്ലാസ് ഇടാത്തത്. ഒന്ന് മറ്റേ നമ്മുടെ ഗ്രൂപ്പിൽ, ഒഫീഷ്യലായിട്ടുള്ള ഗ്രൂപ്പിൽ നോക്കിയാൽ മതി. അതിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്, അതിൽ ജോയിൻ ചെയ്താൽ മതി ആ ഗ്രൂപ്പിൽ. ഓക്കെ, അത് അഡ്മിൻ ഓൺലി മെസ്സേജ് തന്നെ ആയിട്ടല്ലേ എടുക്കുന്ന ആ ഗ്രൂപ്പ്? നോക്കിയായിരുന്നോ? ഓക്കെ. അപ്പം നമുക്ക് അടുത്ത പോർഷനിലേക്ക് കടക്കാം. എന്താ അടുത്ത പോർഷനിൽ വരുന്നത്? പ്രോപ്പർട്ടീസ് ഓഫ് ലൈം. ലൈമിൻ്റെ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണെന്നാണ് പഠിക്കാൻ പോകുന്നത്. ഏതാ ലൈമിൻ്റെ പ്രോപ്പർട്ടീസ്? ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ചോദിക്കുക എക്സാമിന്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്ത് വയ്ക്കാം കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നോക്കാം. പ്രോപ്പർട്ടീസ് ഓഫ് ലൈം. ലൈമിൻ്റെ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താണ്? ഈസിലി വർക്കബിൾ. എന്താ വർക്കബിൾ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഈസിലി വർക്കബിൾ എന്ന് പറഞ്ഞാൽ അറിയോ? ഇല്ല. അതായത് നമ്മളൊരു ഇപ്പോൾ സിമൻ്റ് ആയിക്കോട്ടെ, ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ലൈമാണ് അല്ലേ? ആ ലൈം നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് സിമൻറ്റ് ഇപ്പോൾ എങ്ങനെയാണ് യൂസ് ചെയ്യുമ്പോൾ വരുന്നത് അതേപോലെ തന്നെ ക്വാളിറ്റിയിൽ അതവിടെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റണം അല്ലേ? ഒരു സാധനത്തിന് മറ്റൊന്നായിട്ട് റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്കവിടെ നടക്കേണ്ട കാര്യം നടക്കണം അല്ലേ? നമുക്ക് ബൈൻഡിങ് മെറ്റീരിയലായിട്ടാണ് നമ്മൾ ലൈം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ബൈൻഡിങ്ങിൻ്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ ആ ബൈൻഡിങ് കറക്റ്റായിട്ട് നടക്കണം വേണ്ടേ? അപ്പോൾ അത് നമ്മൾ സിമെൻറ്റിൻ്റെ റീപ്ലേസ് ചെയ്യുമ്പോഴായാലും സിമെൻറ്റിനെ മാറ്റി നിർത്തി ലൈം ചെയ്യുമ്പോഴായാലും എന്ത് പറ്റുന്നുണ്ട്? ഈസിലി വർക്കബിളാണ്. മനസ്സിലായോ? പെട്ടെന്ന് അതവിടെ വർക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ? കേൾക്കുന്നുണ്ടോ എൻ്റെ വോയിസ്? ക്ലിയർ അല്ലേ? അപ്പോൾ എന്താണ് ലൈമിൻ്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താണ് വരുന്നത്? ഈസിലി വർക്കബിൾ. ഈസിലി വർക്കബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് എന്ത്? ലൈം. സെക്കൻഡ് എന്താണ്? പൊസസസ് ഗുഡ് പ്ലാസ്റ്റിസിറ്റി. എന്താ പ്ലാസ്റ്റിസിറ്റി? എന്താ ഇലാസ്റ്റിസിറ്റി? എന്താ ഒരു മെറ്റീരിയൽ ഇലാസ്റ്റിക് എന്ന് പറയുന്നത് എപ്പോഴാണ്? നമ്മൾ ആ മെറ്റീരിയലിനെ ഫോഴ്സ് കൊടുക്കുകയാണ്. ആ മെറ്റീരിയലിന് നമ്മൾ ഒരു റബ്ബർ ബാൻഡ് പൊട്ടിച്ചു, നമ്മൾ അല്ലെങ്കിൽ ഒരു റബ്ബർ ബാൻഡ് എടുത്തു. ആ റബ്ബർ ബാൻഡിന് നമ്മൾ രണ്ട് സൈഡിൽ നിന്നും ഫോഴ്സ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് ഇങ്ങനെ വലിച്ച് പിടിച്ചിരിക്കുക. രണ്ട് കൈയിലും ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഫോഴ്സ് കൊടുത്തിങ്ങനെ വലിച്ച്
നീട്ടി പിടിച്ചിരിക്കുകയെന്ന് വിചാരിക്കുക. രണ്ട് സൈഡിലേക്കും ഫോഴ്സ് കൊടുത്തിരിക്കുന്നു, വലിച്ചിങ്ങനെ പിടിച്ചിരിക്കുകയാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യാണ്, അതിനെ നമ്മൾ രണ്ട് സൈഡിൽ നിന്നും ഫോഴ്സ് റിലീസ് ചെയ്ത് കൊടുത്തു. അതായത് ആ രണ്ട് ഫോഴ്സും നമ്മൾ ഇല്ലാണ്ടാക്കി കൊടുത്തു. വലിച്ച് നീട്ടിയിരുന്നതിനെ നമ്മൾ വിട്ടു, രണ്ട് കൈയും വിട്ടു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, അവിടെ ആ റബ്ബർ ബാൻഡ് അതിൻ്റെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചെത്തും അല്ലേ. അങ്ങനെയുള്ള മെറ്റീരിയലിനാണ് നമ്മൾ എന്ത് പറയുക, ഇലാസ്റ്റിക് മെറ്റീരിയൽ. അല്ലെങ്കിൽ ആ ക്വാളിറ്റി എന്ന് പറയുന്ന പേരാണ് എന്ത്, ഇലാസ്റ്റിസിറ്റി. ആ മെറ്റീരിയലിനെ പറയുന്ന പേരാണ്. അങ്ങനെ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്ത് പിന്നീട് റിലീസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പഴയ ഷേപ്പിലേക്ക് അതിന് തിരിച്ചെത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അത്തരം മെറ്റീരിയൽസിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ഇലാസ്റ്റിക് മെറ്റീരിയൽ അല്ലേ. നമ്മൾ ഇലാസ്റ്റിക് പറയില്ലേ അല്ലേ, ഡ്രസ്സിലൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഇലാസ്റ്റിക്. ക്ലിയർ അല്ലേ. ആ ഇലാസ്റ്റിക് എന്താണ്, നമ്മൾ വലിച്ചു നീട്ടിയിട്ട് പിന്നെ അത് റിലീസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, അതിൻ്റെ പഴയ അവസ്ഥയിലേക്ക് വരും. അതുകൊണ്ടാണ് അതിനെ ഇലാസ്റ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അതായത് അങ്ങനെയുള്ള മെറ്റീരിയൽ നമ്മൾ കോമൺലി പറയുന്ന പേരാണ് ഇലാസ്റ്റിക് മെറ്റീരിയൽ. അതിൻ്റെ ആ ഇലാസ്റ്റിക് മെറ്റീരിയലിൻ്റെ ആ ക്വാളിറ്റീനെ പറയുന്ന പേരാണ് എന്ത്, ഇലാസ്റ്റിസിറ്റി. എന്താണ്, ഇലാസ്റ്റിസിറ്റി എന്ന് പറയും. ഇലാസ്റ്റിക് മെറ്റീരിയലിന് എന്തുണ്ട്, ഇലാസ്റ്റിസിറ്റി ഉണ്ട്. അതായത് ഇലാസ്റ്റിസിറ്റി ഉള്ള മെറ്റീരിയലിനാണ് നമ്മൾ ഇലാസ്റ്റിക് മെറ്റീരിയൽ എന്ന് പറയാം. അതുപോലെ തന്നെയാണ് എന്ത്, പ്ലാസ്റ്റിസിറ്റി എന്താ വരിക, അപ്പോൾ നമ്മളിതുപോലെ ഫോഴ്സ് അപ്ലൈ ചെയ്തതിന് ശേഷം ആ ഫോഴ്സിനെ റിലീസ് ചെയ്യുമ്പോൾ അത് അതിൻ്റെ പഴയ ഷേപ്പിലേക്ക് തിരിച്ച് എത്തില്ല. അതായത് പ്ലാസ്റ്റിക് മെറ്റീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് അതിന് ഡീഫോർമേഷൻ സംഭവിക്കുക. എന്താ ഡീഫോർമേഷൻ, എന്താ ഡീഫോർമേഷൻ ആണ് ഉദ്ദേശിച്ചത്. ഡീഫോർമേഷൻ സംഭവിക്കാന്ന് വെച്ചാൽ എന്താ, അതിന് മാറ്റം സംഭവിക്കും. ഡീഫോർമേഷൻ സംഭവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മാറ്റം സംഭവിക്കുക. നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ സ്ട്രക്ചറിനോ അതിൻ്റെ ഷേപ്പിനോ മാറ്റം സംഭവിക്കുന്നതിനെയാണ് ഡീഫോർമേഷൻ എന്ന് പറയുക. ആ ഡീഫോർമേഷൻ സംഭവിച്ചതിന് ശേഷം നമ്മൾ ആ ഫോഴ്സ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെ പഴയ ഷേപ്പിലേക്കോ പഴയ സൈസിലേക്കോ മാറില്ല. അങ്ങനെയുള്ള മെറ്റീരിയൽ, മാറാത്ത മെറ്റീരിയലിനെയാണ് നമ്മൾ എന്ത് പറയുക, പ്ലാസ്റ്റിക് മെറ്റീരിയൽ. അതിൻ്റെ ക്വാളിറ്റീനെ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആണോ? പ്ലാസ്റ്റിസിറ്റി ക്ലിയർ അല്ലേ. അതായത് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്ത് ആ മെറ്റീരിയലിന് ഡീഫോർമേഷൻ സംഭവിച്ചാൽ, മാറ്റം സംഭവിച്ചാൽ, പിന്നീട് നമ്മൾ ആ ഫോഴ്സ് റിലീസ് ചെയ്താലും അത് അതിൻ്റെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ച് പോകില്ല. അങ്ങനെ പോകാത്ത ഒരു മെറ്റീരിയലാണ് എന്ത്, ലൈം. ലൈമിന് എന്ത് ക്വാളിറ്റി ഉണ്ട്, പ്ലാസ്റ്റിസിറ്റി. ലൈം ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. ക്ലിയർ ആണോ? പ്ലാസ്റ്റിക് മെറ്റീരിയലിനെ എന്ത് പറയുക, അതിൻ്റെ ക്വാളിറ്റീനെ പ്ലാസ്റ്റിസിറ്റി. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അല്ല, നിങ്ങൾക്ക് ചോദിക്കുകയാണെങ്കിൽ പ്രോപ്പർട്ടീസ് ഓഫ് ലൈമേ ചോദിക്കുള്ളൂ, ലിസ്റ്റ് ചെയ്യാനേ ചോദിക്കുള്ളൂ. അതായത് ഇങ്ങനെ ഓരോന്നായിട്ട് എഴുതിയാൽ മതി. അങ്ങനെ നിങ്ങൾക്ക് അത് പ്ലാസ്റ്റിസിറ്റി എഴുതണമെങ്കിൽ എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുക, എന്താണ്, ലിസ്റ്റ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ലൈം. ലിസ്റ്റ് ചെയ്യാനേ പറയുള്ളൂ. ലിസ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ എന്ത് ചെയ്യണം, ഒന്നൊന്ന് എഴുതാം, ഈ പോയിന്റ് എഴുതാം, രണ്ടെന്ന് എഴുതി ഈ പോയിന്റ്, അങ്ങനെ പോയിന്റുകൾ ഇട്ട് പോയാൽ മതി. മനസ്സിലായോ? ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്താൽ മതി. എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കില്ല. പ്രോപ്പർട്ടീസ് ഓഫ് ലൈം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ ചോദിക്കണം കണ്ടിട്ടില്ല. എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ മാത്രം ആ പ്ലാസ്റ്റിസിറ്റിനെ കുറിച്ച് എഴുതിയാൽ മതി. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് എന്താണ്? മൂന്നാമത്തെ പോയിന്റ് എന്താണ് വരുന്നത്? സ്റ്റിഫൻസ് ഏർലി. എന്താ സ്റ്റിഫ് ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റിഫ് ആവാ. എന്താ സ്റ്റിഫ് ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു ഉറപ്പ് വരിക അല്ലേ, ഭയങ്കര സ്റ്റിഫായിട്ടുള്ള മെറ്റീരിയൽ ആവുക. അതിനാണ് എന്ത് പറയുക, സ്റ്റിഫൻസ് അല്ലേ. നമ്മൾ സ്റ്റിഫ് ആവുക, നമ്മുടെ ക്ലോത്തൊക്കെ സ്റ്റിഫായിട്ട് നിൽക്കാന്ന് പറയില്ലേ, കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റഡി വടിയായിട്ട് നിൽക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? അത് സ്റ്റിഫ് ആവുക, അത് പെട്ടെന്നാവും.
സ്റ്റിഫൻസ് ഏർലി. പെട്ടെന്ന് സ്റ്റിഫ് ആവുന്ന മെറ്റീരിയലാണ് എന്ത്? ലൈം. അടുത്ത പോയിന്റ് നോക്കാം. പ്രൊവൈഡ്സ് സ്ട്രെങ്ത് ടു ദി മെയ്സൺട്രി. മെയ്സൺട്രിയിൽ നമ്മളിപ്പോൾ മോട്ടാറായിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ മെയ്സൺട്രിക്ക് എന്ത് കൊടുക്കും? സ്ട്രെങ്ത് കൊടുക്കുന്ന മെറ്റീരിയൽ ലൈമാണ് അല്ലേ? മെയ്സൺട്രിക്ക് കൂടുതൽ സ്ട്രെങ്ത് കൊടുക്കും ലൈം മോട്ടാർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, പ്രൊവൈഡ് സ്ട്രെങ്ത് ടു ദി മെയ്സൺട്രി. ഇപ്പോൾ നമ്മൾ ബ്രിക്ക് മെയ്സൺട്രി ചെയ്യുന്ന സമയത്ത് നമ്മൾ ലൈം മോട്ടാറാണ് യൂസ് ചെയ്യുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ ആ മെയ്സൺട്രിക്ക് സ്ട്രെങ്ത് കൊടുക്കുന്ന മെറ്റീരിയൽ ഏതാണ്? ലൈം അല്ലേ? മോട്ടാറിലെ ലൈം. അടുത്ത പോയിന്റ് എന്താണ്? ഓഫേഴ്സ് ഗുഡ് റെസിസ്റ്റൻറ്റ് ടു മോയ്സ്ചർ. മോയ്സ്ചറിനെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ലൈം എന്ത് ചെയ്യുന്നുണ്ട്? മോയ്സ്ചറിനെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ അന്തരീക്ഷത്തിലുള്ള മോയ്സ്ചർ കണ്ടൻറ്റ് ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാഹചര്യത്തിൽ വരുന്ന മോയ്സ്ചർ കണ്ടൻറ്റിനായാലും എന്ത് ചെയ്യുന്നുണ്ട്? ലൈം റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്, പ്രതിരോധിക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ? എന്താ സ്പീഡ് കുറയ്ക്കണോ? പറയുന്നതിൻ്റെ സ്പീഡാണോ അതോ പോർഷൻസ് കവർ ചെയ്യണതിൻ്റെ സ്പീഡാണോ? സ്പീഡ് കൂടുന്നുണ്ടല്ലേ? അതെന്താണ്? ഓഫേഴ്സ് ഗുഡ് റെസിസ്റ്റൻസ് ടു മോയ്സ്ചർ. മോയ്സ്ചറിനെ പ്രതിരോധിക്കുന്നുണ്ട്. റെസിസ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിരോധിക്കുക. മോയ്സ്ചറിനെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഒരു മെറ്റീരിയലാണ് എന്ത്? ലൈം. ക്ലിയർ ആയോ? ക്ലിയർ അല്ലേ? അടുത്ത പോയിന്റ് എന്താണ് വരുന്നത്? ആൻ എക്സലൻറ്റ് സിമെൻറ്റ്. നമുക്ക് ലൈം എന്തായിട്ട് യൂസ് ചെയ്യാം? സിമെൻ്റ് ആയിട്ടും യൂസ് ചെയ്യാം. സിമെൻറ്റ് എന്തിനു യൂസ് ചെയ്യുന്നത്? സ്ട്രെങ്ത് കൂട്ടാനും അതുപോലെ ഒരു ബൈൻഡിങ് മെറ്റീരിയൽ അല്ലേ? നമ്മൾ മോട്ടാറിലാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അതൊരു ബൈൻഡിങ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യാം. എന്താ ബൈൻഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടി യോജിപ്പിക്കുന്ന രണ്ട് സാധനങ്ങളെ കണക്ട് ചെയ്ത് കൂട്ടി യോജിപ്പിച്ച് നിർത്തുന്ന ഒരു സാധനത്തിനാണ് നമ്മൾ ബൈൻഡ് ചെയ്യാന്ന് പറയുക അല്ലേ? ബൈൻഡിങ് മെറ്റീരിയൽ. അങ്ങനെ ഒരു ബൈൻഡിങ് മെറ്റീരിയൽ ആയിട്ടാണ് നമ്മൾ ലൈം മോട്ടാർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സിമെൻറ്റിന് പകരമാണ് ലൈം യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? ലൈം എന്ന് പറയുന്നത് ഒരു സിമെൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാം, അതായത് ബൈൻഡിങ് മെറ്റീരിയൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, അതാണ് ആൻ എക്സലൻറ്റ് സിമെൻറ്റ്. ഒരു സിമെൻ്റ് പോലെ പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു മെറ്റീരിയലാണ് എന്ത്? ലൈം. അതുകൊണ്ടാണ് ലൈം മോട്ടാർ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഒരു സിമെൻറ്റ് പോലെ പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു മെറ്റീരിയലാണ് എന്ത്? ലൈം. സിമെന്റിന്റെ റോ മെറ്റീരിയൽ ലൈം എന്ന് പറഞ്ഞ സാധനം എന്താ? ഈ സിമെന്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽ ലൈം യൂസ് ചെയ്യുന്നുണ്ട്. സിലിക്ക, അലുമിനിയം, കുറേ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അപ്പോൾ അടുത്ത പോയിന്റ് നോക്കാം. ലൈം മേസൺറി പ്രൂവ്സ് ഡ്യൂറബിൾ ഡ്യൂ ടു ലോ ശ്രിങ്കേജ് ഇൻ ഡ്രൈയിങ്. എന്താണ് പറയുന്നത്? ലൈം മോട്ടാർ, അതായത് ലൈം മേസൺറി, അതായത് മേസൺറി വർക്ക് ചെയ്യുമ്പോൾ ലൈം മോട്ടാറാണ് നമ്മൾ യൂസ് ചെയ്തതെന്ന് വെച്ചാൽ എന്ത് സംഭവിക്കും? പ്രൂവ്സ് ഡ്യൂറബിൾ. എന്താ ഡ്യൂറബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈട് നിൽക്കുക അല്ലേ? കൂടുതൽ ഈട് നിൽക്കുന്നതും കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ്? ലോ ശ്രിങ്കേജ് ഇൻ ഡ്രൈയിങ്. എന്താ ശ്രിങ്കേജ് ചെയ്യുക? ഡ്രൈ എന്താ? ഡ്രൈ ആവുന്ന സമയത്ത് സാധാരണ ഏതൊരു മെറ്റീരിയൽ ആയാലും ഡ്രൈ ആവുന്ന സമയത്ത് അതിന് എന്ത് സംഭവിക്കും? എന്താ? ഡ്രൈ ആവുന്ന സമയത്ത് എക്കോ ഉണ്ടോ? ഹലോ, എക്കോ ഉണ്ടോ? എന്താ? മ്യൂട്ടാക്കാതിരിക്കേ? ബാക്കിയുള്ളവരോ?
ഇപ്പം എക്കോ ഉണ്ടോ? ഇല്ല. ആ മറുപടി പറയണെങ്കിൽ അൺമ്യൂട്ട് ആക്കണ്ടേ? ഓക്കെ. ലൈം മേസൺറിയിൽ നമ്മൾ പറഞ്ഞു ഡ്യൂറബിലിറ്റി കൂടുതലാണ്, അതുപോലെ തന്നെ എന്താ ലോ ശ്രിങ്കേജ് ഇൻ ഡ്രൈ ആവണ സമയത്ത് എന്താണ്, ഏതൊരു മെറ്റീരിയലും ഡ്രൈ ആകുമ്പോൾ അതിന് എക്സ്പാൻഷൻ സംഭവിക്കുന്നുണ്ട്. എക്സ്പാൻഡ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, ഒന്ന് വികസിക്കും അല്ലേ, ഒരു വികസനം സംഭവിക്കില്ലേ? ഇപ്പോൾ സിമെൻറ്റ് മോട്ടാർ തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ എന്താണ്, ഒരു എക്സ്പാൻഷൻ സംഭവിക്കുന്നുണ്ട്. ഡ്രൈ ആവണ സമയത്ത് ഒരു വികസനം സംഭവിക്കും അല്ലേ, വികസിക്കും അത്. അപ്പോൾ ആ വികസിക്കുന്ന എന്താ അല്ല, എക്സ്പാൻഡ് ചെയ്യും, ഒന്ന് വികസനം സംഭവിക്കും, ഒന്ന് കൂടുതൽ വീർക്കും അല്ലേ, അതന്നെയാണ് എക്സ്പാൻഡ് ചെയ്യാന്ന് പറയാ. എക്സ്പാൻഡ് ചെയ്യണ സമയത്ത് എന്ത് സംഭവിക്കും, അതിന് ഇതുപോലെ ക്രാക്സും വിള്ളലുകളും സംഭവിക്കും. അതില്ലാത്തതിനാണ് നമ്മൾ എന്ത് പറഞ്ഞ ശ്രിങ്കേജ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഡ്രൈ ആവണ സമയത്ത് എന്തില്ല, ശ്രിങ്കേജ് സംഭവിക്കുന്നു ഡ്യൂ ടു ലോ ശ്രിങ്കേജ്. അതുകൊണ്ട് തന്നെ എന്താണ്, ലൈം മേസൺറി ഡ്യൂറബിൾ ആണ്, കൂടുതൽ കാലം ഈട് നിൽക്കുന്നതാണ്. ക്ലിയർ ആയോ? ക്ലിയർ അല്ലേ ആ പോയിന്റ്? അതായത് ഒരു എക്സ്പാൻഷൻ സംഭവിക്കും ഏതൊരു മെറ്റീരിയലിനായാലും. ഒരു സ്റ്റേജിൽ നിന്ന് മറ്റൊരു സ്റ്റേജിലേക്ക് പോകുമ്പോൾ ഒരു എക്സ്പാൻഷൻ സംഭവിക്കും, ഒരു വികസനം. അപ്പോൾ ആ വികസിക്കുന്ന സമയത്ത് എന്താണ്, വിള്ളലുകളും കാര്യങ്ങളും വരും, പുറത്തേക്ക് ഇങ്ങനെ ബൾജ് ചെയ്യാൻ നിൽക്കുക. നമ്മൾ കൂടുതൽ മോട്ടാർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ മോട്ടാർ കുറച്ച് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. അതായത് ചെറിയൊരു എക്സ്പാൻഷൻ സംഭവിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതാണ് പ്രോപ്പർട്ടീസ് വരുന്നത്. അടുത്ത എന്താണ്, യൂസസ് ഓഫ് ലൈം, ലൈമിൻ്റെ യൂസസ്. ഇത് നിങ്ങൾക്ക് ശരിക്കും സിലബസിൽ ഇല്ലാത്തൊരു ടോപ്പിക്കാണ്. ഓക്കെ. ഇത് യൂസസ് ഓഫ് ലൈം എന്ന് പറഞ്ഞത് ശരിക്കും സിലബസിൽ ഇല്ലാത്തൊരു ടോപ്പിക്കാണ്. പക്ഷേ ലൈം എടുത്ത് പോകുമ്പോൾ അതും കൂടി ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾക്ക് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നോക്കുക എന്താ വരുന്നത് യൂസസ് ഓഫ് ലൈമിൽ വരുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ എന്താ, എന്ത് കഴിഞ്ഞു എന്ന് കഴിഞ്ഞു. 7ാമത്തെ പോയിന്റ് കഴിഞ്ഞല്ലോ. 7 പോയിന്റ് അല്ലേ ഉണ്ടായിരുന്നേ. അടുത്തത് ഇത് നോട്ട്സ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, അത്രേ ഉള്ളൂ. പഠിച്ചില്ലെങ്കിലും ഇത് നിങ്ങൾക്ക് സിലബസിലില്ല, യൂസസ് ഓഫ് ലൈം സിലബസിലില്ലാത്തതാണ്. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ മെട്രിക്സ് ഫോർ കോൺക്രീറ്റ്. കോൺക്രീറ്റിൽ നമ്മൾ സിമെൻറ്റ് യൂസ് ചെയ്യുന്നതിന് പകരം എന്ത് യൂസ് ചെയ്യും, ലൈം യൂസ് ചെയ്യും. നമ്മൾ ഓൾറെഡി പ്രോപ്പർട്ടീസിൽ പഠിച്ചു, ലൈം എന്ന് പറയുന്നത് ഒരു എക്സലൻറ്റ് സിമെൻറ്റ് തന്നെയാണ്. ഒരു സിമെൻറ്റ് തന്നെയാണ് എന്ത്, ലൈം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കോൺക്രീറ്റിങ് ചെയ്യുന്ന സമയത്ത് മെട്രിക്സ് ആയിട്ട്, എന്താ മെട്രിക്സ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈൻഡിങ് മെറ്റീരിയൽ, ആ ബൈൻഡിങ് മെറ്റീരിയലായിട്ട് എന്ത് യൂസ് ചെയ്യും, ലൈം യൂസ് ചെയ്യും. ക്ലിയർ? അതായത് സിമെൻറ്റിന് പകരം മെട്രിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈൻഡ് ചെയ്യുക, ബൈൻഡിങ് മെറ്റീരിയൽ എന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബൈൻഡിങ് മെറ്റീരിയൽ. മെട്രിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യോജിപ്പിക്കുക, കൂട്ടി യോജിപ്പിക്കുന്നത്, അതിനാണ് മെട്രിക്സ് എന്ന് പറയുക. കൂട്ടി ചേർത്ത് നിർത്തുക, അതായത് ഒന്നോ അതിലധികമോ മെറ്റീരിയൽസിനെ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസിനെ ചേർത്ത് നിർത്തുക. അതായത് ഇപ്പോൾ ബ്രിക്ക് മേസൺറി ആണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, 2 ബ്രിക്കുകളെ തമ്മിൽ ജോയിൻ ചെയ്യുന്നത് ലൈം മോട്ടാർ. കോൺക്രീറ്റ് ആണെങ്കിലും എന്താണ്, ഒരു സിമെൻ്റായിട്ട് ബൈൻഡിങ് മെറ്റീരിയലായിട്ട് ലൈമിന് യൂസ് ചെയ്യുന്നു. ഓക്കെ, ആരാണ് മ്യൂട്ടാക്കാത്തത്? വോയിസ് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അടുത്ത പോയിന്റ് നോക്കാം. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ബൈൻഡിങ് മെറ്റീരിയൽ ഇൻ മോട്ടാർ. ഇത് തന്നെയാണ് നമ്മൾ കോൺക്രീറ്റിൻ്റെ കേസിലും നേരത്തെ പോയിന്റിൽ പറഞ്ഞത്. ഇവിടെ എന്താണ്, മോട്ടാറിലും ബൈൻഡിങ് മെറ്റീരിയലായിട്ട് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ലൈം യൂസ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ എന്നാൽ ലൈം മോട്ടാർ അല്ലേ. നമ്മൾ ബൈൻഡിങ് മെറ്റീരിയൽ ലൈം യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിനെന്ത് പറയും, ലൈം മോട്ടാർ. ക്ലിയർ അല്ലേ?
ക്ലിയർ അല്ലേ? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ പ്ലാസ്റ്ററിങ് വാൾസ്, സീലിങ്സ് എക്സെട്ര. എന്താണ് പ്ലാസ്റ്റർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തേക്കുക അല്ലേ? മേസൺറി വർക്ക് ചെയ്ത വോളിൽ എന്ത് ചെയ്യുക? തേക്കണ കണ്ടിട്ടില്ലേ? മലയാളത്തിൽ തേക്കുക എന്ന് പറയും, സിവിലുകാരെന്ത് പറയും? പ്ലാസ്റ്ററിങ് ചെയ്യുക. പ്ലാസ്റ്ററിങ് അതുപോലെ തന്നെ സീലിംഗ് വർക്ക് ചെയ്യാനായിട്ടും സിമെൻറ്റ് മോട്ടാർ യൂസ് ചെയ്യും. ഓക്കെ. ഇറ്റ് ഈസ് എംപ്ലോയ്ഡ് ഫോർ വൈറ്റ് വാഷിംഗ് ആൻഡ് ആസ് എ ബേസ് കോട്ട് ഫോർ ഡിസ്റ്റിംബേഴ്സ്. എന്താണ് വൈറ്റ് വാഷിംഗ് ചെയ്യാനും അതുപോലെ തന്നെ ഡിസ്റ്റിംബറിങ് ചെയ്യുന്നതിൻ്റെ ബേസ് കോട്ടായിട്ട്, അത് ആദ്യത്തെ പ്രൈമറി കോട്ടിന് മുമ്പുള്ള ബേസ് കോട്ടായിട്ടും എന്ത് യൂസ് ചെയ്യും? ലൈം യൂസ് ചെയ്യും. നമ്മൾ പറഞ്ഞില്ല ഇന്നലെ തന്നെ ക്ലാസ്സിൽ വൈറ്റ് വാഷിംഗ് ചെയ്യാനൊക്കെ ലൈം യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് ഡിസ്റ്റിംബറിങ് ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് കോട്ട് ചെയ്യാനായിട്ട്, ബേസ് കോട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യും. അടുത്ത പോയിൻ്റ് എന്താണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ നോച്ചിങ് ഓഫ് ടിമ്പർ വർക്ക് ബിഫോർ പെയിൻറ്റിങ്. നമ്മളിപ്പോൾ ബ്രിക്കിൻ്റെ ഡിഫക്ട്സിൽ നമ്മൾ പറഞ്ഞൊരു പോയിൻ്റാണ് നോട്ട് അല്ലേ? നോട്ട് പറഞ്ഞില്ലേ ഒരു ഡിഫക്റ്റായിട്ട്? ഓർമ്മയില്ലേ? അൺമ്യൂട്ട് ചെയ്തോളൂ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ. അപ്പം നോട്ടിങ്ങനെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ലൈം വെച്ച് ആ നോട്ട്സ് ഫില്ല് ചെയ്തതിന് ശേഷമായിരിക്കും വുഡിൽ പെയിൻറ്റ് ചെയ്യുക. ഓക്കെ. നമ്മൾ പുട്ടിയൊക്കെ ചെയ്യൂലേ? പുട്ടിയൊക്കെ ചെയ്യണ കണ്ടിട്ടില്ലേ? നമ്മൾ ഏതെങ്കിലും ഒരു ചെറിയ കുഴിയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും? പുട്ടി വെച്ച് ഫില്ല് ചെയ്തതിന് ശേഷമായിരിക്കും അവിടെ പെയിൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ടിമ്പറിൽ നോട്ട്സ് ഉള്ള സ്ഥലത്ത്, നോട്ടുകൾ വരുന്ന സ്ഥലത്ത് എന്ത് ചെയ്യും? ലൈം വെച്ച് ഫില്ല് ചെയ്തതിന് ശേഷമായിരിക്കും എന്ത് ചെയ്യുക? പെയിൻറ്റിങ് വർക്ക് ചെയ്യുക. ഓക്കെ. അങ്ങനെ നോച്ചുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? ലൈം യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ. അടുത്ത പോയിന്റ് നോക്കാം. ഇറ്റ് ഈസ് യൂസ് എന്താ? പഴയ കാലത്ത് ഈ ബ്രിട്ടീഷുകാരൊക്കെ കൺസ്ട്രക്ഷൻ ചെയ്യില്ലേ, വലിയ ഡാമൊക്കെ ചെയ്യുന്ന സമയത്ത് അത് ഈ ലൈം ഉള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണോ യൂസ് ചെയ്തിരിക്കുക? അതെ, സുർക്കി മെറ്റീരിയൽ. നമ്മുടെ മുല്ലപ്പെരിയാറൊക്കെ ഇല്ലേ, ലൈം സുർക്കി മെറ്റീരിയൽ വെച്ചിട്ടാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അത് ശരിക്കും ഇപ്പൊ ഈ സിമെന്റ് വരാൻ തുടങ്ങിയത് ശരിക്കും എത്ര കാലം മുതലൊക്കെയാണ്? അതിൻ്റെ ശരിക്കും കാലഘട്ടത്തിനെ കുറിച്ച് എനിക്കറിയില്ല. എന്തായാലും കുറച്ചായിട്ടുണ്ട്. ഇപ്പോഴത്തെ അല്ല, കുറച്ച് കൂടുതൽ കാലഘട്ടം മുന്നാണ് ഈ ലൈമൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പം കിട്ടാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നീറ്റ് കക്ക പോലുള്ള അങ്ങനെയുള്ള പ്രൊഡക്ട്സിൻ്റെ രൂപത്തിൽ കിട്ടും. ലൈം സ്റ്റോൺ ആയിട്ട് ഇപ്പോൾ കിട്ടുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഇപ്പോൾ അധികം യൂസേജ് ഇല്ലാത്ത കാരണം കുറവാണ്. ഇപ്പോൾ ആരും അങ്ങനെ യൂസിങ് ഇല്ല കൺസ്ട്രക്ഷനിലായാലും. പിന്നെ കൂടുതലും ഈ നീറ്റ് കക്കയുടെ ഫോമിൽ ഞാൻ പറഞ്ഞ പോലെ സോയിലിനെ എന്ത് ചെയ്യാനായിട്ട്, അതിൻ്റെ pH ക്രമീകരിക്കാൻ വേണ്ടിയിട്ട്, ആസിഡ് കണ്ടൻറ്റ് കൂടുതലുണ്ടെങ്കിൽ അത് പോവാൻ വേണ്ടിയിട്ട് ആൽക്കലി ആയിട്ടുള്ള ഈ നീറ്റ് കക്ക ഈ നെൽകൃഷിയൊക്കെ ചെയ്യുന്ന പാടങ്ങളിലൊക്കെ ഇട്ട് കൊടുക്കണം കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ഫോമിലൊക്കെ നമുക്ക് കിട്ടും, അവൈലബിൾ ആണ് ഓരോ പാക്കറ്റിൽ. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മളിപ്പോ ഇപ്പൊ യൂസ് ചെയ്യുന്ന ഈ സിമെന്റ് ഒക്കെ ഇല്ലേ, ആ സിമെന്റില് ഈ ലൈം എന്നുള്ള കണ്ടന്റ് അതിൽ അടങ്ങിയിട്ടുണ്ടോ? ഉണ്ട്, ലൈം ഉണ്ട്. എന്താ ജിപ്സം? നമ്മൾ സിമെന്റിൽ സ്ട്രെങ്തനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയലാണ്, ഒരു പ്രൊഡക്ട്സ് ആണ് എന്ത് ജിപ്സം എന്ന് പറയുന്നത്. അത് നമ്മൾ കുറച്ച് സിമെന്റിന്റെ മാനുഫാക്ചറിൽ നമ്മൾ ആഡ് ചെയ്യും. അത് ഏതിലാ? ഇല്ല. അതായത് ജിപ്സം എന്ന് പറയുന്ന മെറ്റീരിയൽ നമ്മൾ സിമെന്റിന്റെ സ്ട്രെങ്തനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാ. മനസ്സിലായി? സിമെന്റിന്റെ മാനുഫാക്ചറിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു സാധനമാണ് എന്ത്? ജിപ്സം എന്ന് പറയുന്നത്. ഓക്കെ. സിമെന്റിന്റെ പ്രൊഡക്ഷനിൽ നമ്മൾ ആഡ് ചെയ്യും. ചോദിക്കുന്നത് ജിപ്സത്തില് ശരിക്കും കണ്ടന്റ് എന്താ വരിക? ഏതാ ചോദിക്കുന്നത്? എന്ത് ജിപ്സത്തില്? ജിപ്സം
നമ്മള് സാധാരണ ഈ പ്ലാസ്റ്ററിങ് ചെയ്യില്ലേ? പ്ലാസ്റ്റർ ഓഫ് പാരീസ് അതൊക്കെ അത് POP അത് മനസ്സിലായി. ഇതെന്നാണ് ജിപ്സം? ഈ ചോക്ക് പൊടി എന്നുള്ള മെറ്റീരിയലിൽ നമ്മളെ ഇത് വരുന്നുണ്ട്, ലൈം ലൈം ഉണ്ട്. ചോക്ക് പൊടി. അതായത് ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ പൊടി ജിപ്സം പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ വരുന്നുണ്ട്, അവൈലബിൾ ആണ്. നമുക്ക് ഒരുപാട് റിക്വയർമെന്റ് വരുന്നുണ്ട്. ജിപ്സം പ്ലാസ്റ്ററിങ്ങിലൊന്നും വരുന്നില്ല. ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറഞ്ഞ മെറ്റീരിയൽ വരുന്നുണ്ട്. അത് കൂടുതൽ പെട്ടെന്ന് സ്ട്രെങ്ത് ആവാൻ വേണ്ടിയിട്ടാണ് ലൈം യൂസ് ചെയ്യുന്നത് ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസിലൊക്കെ. ചോക്ക് ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്നത്. ഡയറക്റ്റ് സിമന്റ് ഇല്ലാത്ത പ്ലാസ്റ്റിക് എന്ന മെറ്റീരിയൽ വരുന്നുണ്ട്. എന്താ ഈ ജിപ്സം പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞ മെറ്റീരിയൽ വരുന്നുണ്ട്, പ്രോഡക്റ്റ് വരുന്നുണ്ട്. അതായത് സിമന്റ് വേണ്ട, ഡയറക്റ്റ് പൊട്ടി പോലെ തന്നെ തേച്ച് കൊടുക്കുവാണ്. നമ്മള് പ്ലാസ്റ്റിക് ആയിട്ടാണല്ലോ സാധാരണ പൊട്ടി ഇടുന്നത്, അതിന് പകരമായിട്ട് ഡയറക്റ്റ് ജിപ്സം പ്ലാസ്റ്റിക് എന്ന് ചെയ്യുകയാണ്. അതിനകത്ത് ഈ ലൈമിന്റെ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. ഫ്രഷാണ്. അപ്പം നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. എന്താ അടുത്ത പോയിന്റ് വരുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ പ്രൊഡക്ഷൻ ഓഫ് ആർട്ടിഫിഷ്യൽ സ്റ്റോൺ, ലൈം, സാൻഡ്, ബ്രിക്ക്, ഫോം, സിലിക്കേറ്റ് പ്രൊഡക്ട്സ്. കണ്ടോ, ഈ ഫോം സിലിക്കേറ്റ് പ്രൊഡക്ട്സിൽ പറഞ്ഞ പോലെ ഈ എന്താണ് നേരത്തെ പറഞ്ഞത്, ജിപ്സം പറഞ്ഞില്ലേ, ജിപ്സം പ്ലാസ്റ്ററിങ്ങിലൊക്കെ ആണ് സിലിക്കേറ്റ് പ്രൊഡക്ട്സ്. ഫോം സിലിക്കേറ്റ് പ്രൊഡക്ട്സുകളിൽ എന്താണ് ലൈം ആഡ് ചെയ്യുന്നുണ്ട്. അല്ല, അത് എത്രാമത്തെ പോയിന്റ് ആണ് മാഡം? 5ഓ? 6th. പ്രൊഡക്ഷൻസ് ആർട്ടിഫിഷ്യൽ സ്റ്റോൺ, ലൈം ലൈൻ. അടുത്ത പോയിന്റ് എന്താണ്? വെൻ മിക്സ്ഡ് വിത്ത് പോർട്ട്ലാൻഡ് സിമെന്റ് ദ ലൈം സിമെന്റ് മോട്ടാർ അറ്റൈൻ സച്ച് വാല്യുബിൾ പ്രോപ്പർട്ടീസ് ദാറ്റ് ഇറ്റ് റീപ്ലേസസ് ദി കോസ്റ്റ്ലി സിമെന്റ് പ്ലാസ്റ്റർ. എന്താണ്? അതായത് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റിൻ്റെ കൂടെ ചേർക്കുമ്പോൾ നമുക്ക് എന്താണ് വാല്യുബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്, അതായത് ഈ ലൈമിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും എന്താണ് സിമെൻറ്റിനുള്ളത് പോലെ തന്നെ ലൈമിനും എന്താണ് ബൈൻഡ് ചെയ്യാനുള്ള കഴിവും അതുപോലെ തന്നെ പെട്ടെന്ന് സ്ട്രെങ്തൻ ആവാനുള്ള കഴിവും സ്റ്റിഫ്നെസ് ഉള്ള കഴിവും ഹാർഡ്നെസ്സും എല്ലാ കാര്യങ്ങളും സിമെൻറ്റിൻ്റേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്താണ് പോർട്ട്ലാൻഡ് സിമെൻറ്റിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് കോസ്റ്റ്ലി ആയിട്ടുള്ള സിമെൻറ്റ് നമുക്ക് എങ്ങനെ ഒഴിവാക്കാം അല്ലേ? കോസ്റ്റ്ലി ആയിട്ടുള്ള സിമെൻറ്റിന് പകരം നമുക്ക് എന്ത് യൂസ് ചെയ്ത് കൊടുക്കാം? ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ്, അതായത് പോർട്ട്ലാൻഡ് സിമെൻറ്റിൻ്റെ കൂടെ ലൈം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സിമെൻറ്റിൻ്റേതായിട്ടുള്ള എല്ലാ ക്വാളിറ്റീസും അതുപോലെ തന്നെ എല്ലാ പ്രോപ്പർട്ടീസും കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കോസ്റ്റ്ലി ആയിട്ടുള്ള സിമെൻറ്റിനെ ഒഴിവാക്കാം. ഓക്കെ, 6th പോയിന്റ് ഒന്നുകൂടി ഒന്ന് കാണിക്കോ? സ്ക്രീൻഷോട്ട് ചെയ്യാൻ. ഇപ്പം എന്താണ് നമ്മുടെ പോർട്ട്ലാൻഡ് സിമെൻറ്റിൻ്റെ കൂടെ ലൈമിനെ മിക്സ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അതായത് സിമെൻറ്റിൻ്റേതായിട്ടുള്ള എല്ലാ ക്വാളിറ്റീസും പ്രോപ്പർട്ടീസും നമുക്ക് കിട്ടും, വാല്യുബിൾ പ്രോപ്പർട്ടീസ്. കണ്ടോ, ദാറ്റ് ഈസ് റീപ്ലേസ് ദി കോസ്റ്റ്ലി സിമെൻറ്റ് പ്ലാസ്റ്റർ. അതായത് നമുക്ക് കോസ്റ്റ്ലി ആയിട്ടുള്ള സിമെൻറ്റിനെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് സാധാരണ നമ്മുടെ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റിൻ്റെ കൂടെ ലൈം യൂസ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് പറ്റും. അതായത് കോസ്റ്റ്ലി സിമെൻറ്റിനെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ നോർമലുള്ള പോർട്ട്ലാൻഡ് സിമെൻറ്റിൻ്റെ കൂടെ ലൈം ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? നമുക്കിപ്പോൾ സിമെൻറ്റ് മോട്ടാറാണെങ്കിൽ ലൈം മോട്ടാറാണെങ്കിൽ ലൈം മോട്ടാർ ചെയ്യാം. അതിൻ്റെ കൂടെ എന്താണ് പോർട്ട്ലാൻഡ് സിമെൻറ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നോർമലായിട്ടുള്ള അതായത് കോസ്റ്റ്ലി ആയിട്ടുള്ള സിമെൻറ്റ് യൂസ് ചെയ്യുന്നതിൻ്റെ ക്വാളിറ്റീസും പ്രോപ്പർട്ടീസും കിട്ടുന്നുണ്ടെങ്കിൽ ആ കോസ്റ്റ്ലി ആയിട്ടുള്ള സിമെൻറ്റിനെ നമുക്ക് മാറ്റി നിർത്തിക്കൂടെ? ചിലവ് കുറയ്ക്കാനായിട്ട് പറ്റും അതിൽ. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ഫ്ലെക്സ് ഇൻ ദി മാനുഫാക്ചർ ഓഫ് സ്റ്റീൽ ഉണ്ടാക്കുന്ന സമയത്ത് അതിലൊരു ഫ്ലെക്സ് ആയിട്ട് എന്ത് യൂസ് ചെയ്യും? ഈ ലൈം യൂസ് ചെയ്യും. ഈ ഫ്ലെക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇമ്പ്യൂരിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ മാലിന്യങ്ങൾ, അതിനെ ഒഴിവാക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത് ഫ്ലെക്സ് എന്ന് പറയുന്ന മെറ്റീരിയൽ. ഓക്കെ, അങ്ങനെ ഒരു ഫ്ലെക്സ് ആയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും? ലൈമിനെ യൂസ് ചെയ്യും. അതായത് ഒരു ക്ലീനിങ് പർപ്പസസ് പോലെ ചെയ്യുന്ന പോലെ ഇമ്പ്യൂരിറ്റീസിനെ ഒഴിവാക്കി നിർത്താനായിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത് ഫ്ലെക്സ്. അതിനാണ് എന്ത് പറയുക? ഫ്ലെക്സ് എന്ന് പറയുക. ഓക്കെ,
സ്റ്റീലിൻ്റെ മാനുഫാക്ചറിങ്ങിൽ ലൈം യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്ത് നോക്കാം. എമിനൻ്റ്ലി ഹൈഡ്രോളിക് ലൈം ക്യാൻ ബി യൂസ്ഡ് ഫോർ മേസൺറി വർക്ക് ബിലോ ഗ്രൗണ്ട് ലെവൽ. ബിലോ ഗ്രൗണ്ട് ലെവലിൽ നമ്മൾ ഏത് ലൈം യൂസ് ചെയ്യും? ഹൈഡ്രോളിക് ലൈം വെച്ചിട്ട് മേസൺറി വർക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യും. എന്താ? മേസൺറി വർക്ക്, അതായത് ഗ്രൗണ്ട് ലെവലിന് താഴെ മേസൺറി വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഏത് ലൈം യൂസ് ചെയ്യും? ഹൈഡ്രോളിക് ലൈം. ഓക്കെ അല്ലേ? ഗ്രൗണ്ട് ലെവലിന് താഴെ മ്യൂട്ടാക്കൂ. ഗ്രൗണ്ട് ലെവലിന് താഴെ മേസൺറി വർക്ക് വരുന്ന സമയത്ത് നമ്മൾ ഏത് ലൈം യൂസ് ചെയ്യും? ഹൈഡ്രോളിക് ലൈമാണ് യൂസ് ചെയ്യുക. അടുത്ത പോയിന്റ് എന്താണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദി മാനുഫാക്ചർ ഓഫ് പെയിൻറ്റ്. പെയിൻറ്റ് ഉണ്ടാക്കുന്ന സമയത്തും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ലൈം യൂസ് ചെയ്യുന്നുണ്ട്. പെയിൻറ്റ് ഉണ്ടാക്കുന്ന സമയത്തും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ലൈം യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ എന്താണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സ്റ്റെബിലൈസിങ് ദി സോയിൽ. ലാസ്റ്റ് പോയിൻ്റ് ആണ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സ്റ്റെബിലൈസിങ് ദ സോയിൽ. എന്താ സ്റ്റെബിലൈസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ പറഞ്ഞു ഈ മണ്ണിൽ ആസിഡിൻ്റെ കണ്ടൻറ്റ് കൂടുതലുണ്ടാവാം, അതായത് അസിഡിക് ആവാം. മനസ്സിലായോ? സോയിൽ അസിഡിക് ആവാം, അതായത് ആസിഡിൻ്റെ കണ്ടൻറ്റ് കൂടുതലായിട്ട് ഉയർന്ന് നിൽക്കുക അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുക്കും? ലൈം ആഡ് ചെയ്ത് കൊടുക്കും. കാരണം എന്താ? ലൈം ഒരു ആൽക്കലിയാണ്, ആസിഡല്ല, ആൽക്കലി മെറ്റീരിയലാണ്. അപ്പോൾ ഈ ആസിഡ് കൂടുതലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ആൽക്കലി ഉപയോഗിക്കുന്നത് കൊണ്ട് എന്തായിരിക്കും? അതിൻ്റെ pH ഈക്വലായിട്ട് വരും അല്ലേ? അതായത് pH ക്രമീകരിക്കുക, അതായത് ഒന്ന് സ്റ്റെബിലൈസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി രണ്ട് ഭാഗവും ഈക്വൽ ആവുന്ന രീതിയിൽ, അതായത് ആസിഡിൻ്റെ ഗുണം അതുപോലെ ആൽക്കലിയും ഒരുപോലെ വരുത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ലൈം ആഡ് ചെയ്ത് കൊടുക്കും. ക്ലിയർ അല്ലേ? ഓക്കെ, ഇതാണ് യൂസസ് ഓഫ് ലൈമിൽ വരുന്നത്. അടുത്ത ടോപ്പിക് എന്താണ് വരുന്നത്? ടൈപ്പ് ഓഫ് ലൈം. ലൈമിൻ്റെ ടൈപ്സ്. ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. നോക്കുക, എന്താ ആദ്യം വരുന്നത്? ക്യുക്ക് ലൈം. നമ്മൾ ആദ്യം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് എന്ത്? ക്യുക്ക് ലൈം. ഫസ്റ്റ് ടൈപ്പ് ഏതാണ്? ക്യുക്ക് ലൈം. എന്താ ക്യുക്ക് ലൈം? ദി മോസ്റ്റ് എക്കണോമിക്കൽ ഫോം ഓഫ് ദി ലൈം. മോസ്റ്റ് എക്കണോമിക്കൽ ഫോം. മോസ്റ്റ് എക്കണോമിക്കൽ ഫോം. കൂടുതൽ എക്കണോമിക്കൽ ആയിട്ടുള്ള ഫോമാണ് എന്ത്? ക്യുക്ക് ലൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്യുക്ക് ലൈമിൻ്റെ ഫോർമുല പഠിച്ചു. എന്താ ഫോർമുല വരുന്നത്? എന്താ ക്യുക്ക് ലൈമിൻ്റെ ഫോർമുല വരുന്നത്? എന്താ ക്യുക്ക് ലൈമിൻ്റെ ഫോർമുല? ലൈമിൻ്റെ ഫോർമുല തന്നെ എന്താ? വാട്ടർ ആൻഡ് അതല്ല ഞാൻ ചോദിച്ചത്, ലൈമിൻ്റെ ഫോർമുലയാണ്. കാൽസ്യം കാർബണേറ്റ് അല്ലേ? കാൽസ്യം കാർബണേറ്റ് എയറിലെ കാർബണേറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോഴത്തെ റിയാക്ഷനാണ് ഇപ്പോൾ സതീശൻ പറഞ്ഞത്. അതല്ല ഞാൻ ചോദിച്ചത്, നോർമലായിട്ടുള്ള ഡെഫിനിഷൻ ആണോ? അതായത് അതിൻ്റെ കെമിക്കലായിട്ടുള്ള നെയിം കാൽസ്യം കാർബണേറ്റ് അല്ലേ? ദ മോസ്റ്റ് എക്കണോമിക്കൽ ഫോം ഓഫ് ദി ലൈം എന്താണ്? ക്യുക്ക് ലൈമിനെ പറയുന്നത് എന്താണ്? കാൽസ്യം കാർബണേറ്റ്. പ്രൊഡ്യൂസ്ഡ് ബൈ ബേണിംഗ് ഓഫ് പ്യുവർ ലൈംസ്റ്റോൺ ഇൻ എ ക്ലിൻ ഓർ ക്ലാമ്പ്. എന്താണ് പ്യുവർ ലൈംസ്റ്റോൺ? പ്യുവർ ലൈംസ്റ്റോണിനെ, അതായത് അത്രയും ഇമ്പ്യൂരിറ്റീസ് ഒന്നും ഇല്ലാത്ത പ്യുവറായിട്ടുള്ള ലൈംസ്റ്റോണിനെ ബേൺ ചെയ്യുക, ചൂടാക്കുക അല്ലേ? ഞാൻ ഇന്നലെ പറഞ്ഞു, ഹീറ്റ് ചെയ്തിട്ട് കിട്ടുന്ന പൗഡറിൻ്റെ ഫോമിനെയാണ് നമ്മൾ ലൈം എന്ന് പറയുക. അതായത് ലൈംസ്റ്റോണിനെ ബേൺ ചെയ്തിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് എന്ത്? ക്യുക്ക് ലൈമാക്കി മാറ്റുക. ലൈംസ്റ്റോണിനെ, പ്യുവറായിട്ടുള്ള ലൈംസ്റ്റോണിനെ എന്ത് ചെയ്യും? ബേൺ ചെയ്യുക. ബേൺ ചെയ്യാനായിട്ട് എന്ത് യൂസ് ചെയ്യുക? കിൻ അല്ലെങ്കിൽ ക്ലാമ്പ് അല്ലേ? ബേണിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് രീതിയാണ് എന്ത്? കിന്നും ക്ലാമ്പും. ബ്രിക്ക് മേസൺ സെൻറ്ററിൽ പഠിച്ചതല്ലേ അത്? ബ്രിക്ക് മേസൺ സെൻറ്ററിൽ പഠിച്ചില്ലേ?
കിന്നും ക്ലാമ്പും എന്തിനു യൂസ് ചെയ്യുക? ബേണിങ് ചെയ്യാനായിട്ട്. അപ്പോൾ ലൈം സ്റ്റോണിനെ ഒന്നില്ലെങ്കിൽ കിൻ അല്ലെങ്കിൽ ക്ലാമ്പിൽ വെച്ച് ബേൺ ചെയ്തതിന് ശേഷം ഉണ്ടാക്കിയെടുക്കുന്ന പ്രൊഡക്റ്റാണ് എന്ത്? ക്യുക്ക് ലൈം. അത് എന്താണ്? ദ മോസ്റ്റ് എക്കണോമിക്കൽ ഫോം ഓഫ് ദി ലൈം. ലൈമിൻ്റെ ഏറ്റവും എക്കണോമിക്കലായിട്ടുള്ള ഒരു ഫോമിനെ പറയുന്ന പേരാണ് എന്ത്? ക്യുക്ക് ലൈം. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? അടുത്ത എന്താണ്? സ്ലൈക്കഡ് ലൈം. എന്താ സ്ലൈക്കഡ് ലൈം? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നെയാണ്. ഇറ്റ് ഓൾസോ നോൺ ആസ് ഹൈഡ്രേറ്റഡ് ലൈം. ലൈം നോർമലായിട്ടുള്ള ലൈം സ്റ്റോണിന് ഹൈഡ്രേഷൻ സംഭവിക്കുക. എന്താ ഹൈഡ്രേഷൻ സംഭവിക്കുക? അതായത് എയർ ആയിട്ട് റിയാക്ട് ചെയ്ത് എന്തായിരിക്കും? ഒരു സ്ലൈക്കഡ് ആയിട്ടുള്ള ഫോമിലേക്ക് ആവുക അല്ലേ? ഈ ചുണ്ണാമ്പൊക്കെ ഞാൻ പറഞ്ഞ പോലെ എയർ ആയിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഒരു സ്ലൈക്കഡ്, ഒരു വഴുവഴുപ്പുള്ള ഒരു സ്ലൈക്കഡ് ഫോമിലേക്ക് ആവുക, ഒരു പേസ്റ്റ് ഫോമിലേക്ക് ആവുക. അതിനാണ് നമ്മൾ എന്ത് പറയുക? സ്ലൈക്കഡ് ലൈം. സ്ലൈക്കഡ് ലൈമിനെ കുറിച്ചാണ് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞത് അല്ലേ? ക്യുക്ക് ലൈം എയർ ആയിട്ട് റിയാക്ട് ചെയ്ത് എന്ത് സംഭവിക്കും? സ്ലൈക്കഡ് ലൈമായിട്ട് മാറും. ഓക്കെ, ക്ലിയർ ആണോ? നിങ്ങൾക്ക് സ്ലൈക്കഡ് ലൈമിൻ്റെ സെൻറ്റൻസിൽ വേണമെങ്കിൽ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് ആ പോയിന്റ്സ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് ക്യുക്ക് ലൈം എന്തായിട്ട് എയറിലെ കാർബൺ ഡയോക്സൈഡായിട്ട് റിയാക്ട് ചെയ്ത് എന്തായിട്ട് മാറും? സ്ലൈക്കഡ് ലൈം ആവുന്നത് അങ്ങനെയാണെന്ന് പറയാം. ഓക്കെ, അഡീഷണൽ ആയിട്ട് പറയണമെങ്കിൽ അങ്ങനെയും പറയാം. ക്ലിയർ ആയോ? ക്ലിയർ അല്ലേ? എയറിലെ കാർബൺ ഡൈ ഓക്സൈഡ് റിയാക്ട് ചെയ്തിട്ട് എയറിലെ സ്ലൈക്കഡ് ആയിട്ടുള്ള ലൈമായിട്ട് മാറും. രതീഷ് ഒന്ന് മ്യൂട്ടാക്കൂ. അടുത്ത എന്താണ് വരുന്നത്? അടുത്ത ടൈപ്പ് നോക്കാം. ഹൈഡ്രോളിക് ലൈം. ദ ഹൈഡ്രോളിക് ലൈം ഓൾസോ നോൺ ആസ് വാട്ടർ ലൈം. ഹൈഡ്രോളിക് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു വെള്ളമാണല്ലേ? ഹൈഡ്രോളിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വെള്ളം അല്ലേ? അതായത് വെള്ളത്തിൻ്റെ പവറും അതുപോലെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള സ്റ്റഡീസിനെ പറയുന്നതാണ് ഹൈഡ്രോളിക് എന്ന് പറയുക. ഹൈഡ്രോളിക്സ്, വാട്ടറിൻ്റെ സ്റ്റഡീസ്. ഓക്കെ, ഹൈഡ്രോളിക്സ് എന്ന് പറയുക. അപ്പോൾ ഓൾസോ നോൺ ആസ് വാട്ടർ ലൈം. ഹൈഡ്രോളിക് ലൈമിനെ പറയുന്ന മറ്റൊരു പേര് വാട്ടർ ലൈം. ഓക്കെ, ദിസ് ലൈം കണ്ടെയ്ൻസ് ക്ലേ ആൻഡ് ഫെറസ് ഓക്സൈഡ്. എന്താണ് ഹൈഡ്രോളിക് ലൈം എന്തൊക്കെ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്? ക്ലേയും അതുപോലെ ഫെറസ് ഓക്സൈഡും. ക്ലേ എന്താണ് നമുക്കറിയാം. ഫെറസ് ഓക്സൈഡ് എന്താണ് ഫെറസ് മെറ്റൽ? ഫെറസ് മെറ്റൽ ഉണ്ട്, നോൺ ഫെറസ് മെറ്റൽ ഉണ്ട്. എന്താ ഫെറസ് മെറ്റൽ? അയേണിൻ്റെ കണ്ടൻ്റ് ഉള്ള മെറ്റൽസിന് നമ്മൾ ഫെറസ് മെറ്റൽ എന്ന് പറയും. അപ്പോൾ ഫെറസ് എന്താണ്? അയേൺ കണ്ടൻ്റ് ആണ് അല്ലേ? അയേൺ ഓക്സൈഡ്, ഫെറസ് ഓക്സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അയേൺ ഓക്സൈഡ്, ഇരുമ്പിൻ്റെ ഓക്സൈഡ് ഫോമും അതുപോലെ തന്നെ ക്ലേയും എന്തിലുണ്ട്? ഹൈഡ്രോളിക് ലൈമിലുണ്ട്. എന്തൊക്കെയുണ്ട്? ക്ലേയും അതുപോലെ തന്നെ ഫെറസ് ഓക്സൈഡും, അതായത് അയേൺ ഓക്സൈഡും. ക്ലിയർ ആണോ? അടുത്തത് നോക്കാം. ഇറ്റ് സെറ്റ്സ് അണ്ടർ വാട്ടർ. അതെന്താണ് അണ്ടർ വാട്ടർ? അതായത് അണ്ടർ വാട്ടറിൽ ഹൈഡ്രോളിക് ലൈം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അവിടെ സെറ്റിംഗ് സംഭവിക്കുക. അതായത് അണ്ടർ വാട്ടറിലും ഈ ഹൈഡ്രോളിക് ലൈം നമ്മൾ എന്തിനു യൂസ് ചെയ്യുന്നുണ്ട്? മേസൺട്രിക്ക് ആയാലും ബാക്കി കോൺക്രീറ്റിനായാലും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈസ് യൂസ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ ഇൻ ഡാം പ്ലേസസ് ഓർ അണ്ടർ വാട്ടർ. അണ്ടർ വാട്ടർ കൺസ്ട്രക്ഷൻ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഹൈഡ്രോളിക് ലൈം. ഓക്കെ, ക്ലിയർ ആണോ?
അതായത് ഡാം പ്ലേസസ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വാട്ടറിൻ്റെ കണ്ടൻറ്റ് കൂടുതലുള്ള സോയിൽസ്, ചതുപ്പ് പോലുള്ള നിലങ്ങളില്ലേ, അതൊക്കെ അതിനാണ് ഡാം പ്ലേസസ് എന്ന് പറയാം. ഓക്കെ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലും അതുപോലെ തന്നെ അണ്ടർ വാട്ടർ കൺസ്ട്രക്ഷൻ ചെയ്യാനും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഹൈഡ്രോളിക് ലൈം. മൂന്നാമത്തെ ടൈപ്പാണ് കേട്ടോ അത്. ഫസ്റ്റ് വൺ ക്വിക്ക് ലൈം, രണ്ടാമത്തെ സ്ലൈക്കഡ്, മൂന്നാമത്തെ ഹൈഡ്രോളിക് ലൈം. അടുത്ത എന്താണ്? പുവർ ഓർ ലീൻ ലൈം. നാലാമത്തെ എന്താണ്? പുവർ ഓർ ലീൻ ലൈം. ലീൻ ലൈം എന്ന് പഠിച്ചില്ലെങ്കിലും പുവർ ലൈം എന്ന് പഠിച്ചാൽ മതി. ഓക്കെ, നോക്കാം. This lime contains more than 30% impurities such as silica, aluminum and iron oxide. എന്താ ഇമ്പ്യൂരിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്പ്യൂരിറ്റി അതായത് നമുക്ക് ഇതിന് ഉപകാരമില്ലാത്ത മാലിന്യങ്ങളിലൊക്കെ പറയുന്നതാണ് നമ്മൾ എന്ത് പറയുക? ഇമ്പ്യൂരിറ്റി എന്ന് പറയുക. ഓക്കെ, നമുക്ക് ആവശ്യമില്ല അതൊന്നും. അതെന്താണ്? മാലിന്യങ്ങളുടെ രൂപത്തിൽ, മനസ്സിലായോ? സോളിബിൾ ആവാത്ത മാലിന്യങ്ങളുടെ രൂപത്തിൽ കാണപ്പെടുക, അതിനെയാണ് ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയുക. ഇമ്പ്യൂരിറ്റീസ് കൂടി എന്താ പ്രശ്നം? സ്ട്രെങ്ത് കുറയും അല്ലേ? നമുക്ക് ആവശ്യമില്ലാത്ത മെറ്റീരിയൽസ് വന്നുകൊണ്ട് കാര്യമില്ലല്ലോ, ഉണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് അതിനെ പുവർ ലൈം എന്ന് പറയാനുള്ള കാരണം. ക്ലിയർ ആയോ? എന്താണ് പുവർ ലൈമിൽ എന്തുണ്ട്? പുവർ ലൈമിൽ എന്തുണ്ട്? അതായത് 30% ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്. ഇമ്പ്യൂരിറ്റീസ് ഏതൊക്കെ ഫോമിലുണ്ടാവുക? സിലിക്ക, അലുമിന ആൻഡ് അയൺ ഓക്സൈഡ്. ഈ 3 ഫോമിലായിരിക്കും ആ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടായിരിക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? അതുകൊണ്ട് തന്നെ ഈ 30%ഓളം ഇമ്പ്യൂരിറ്റീസ് ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ സ്ട്രെങ്ത് ഒക്കെ കുറയും അല്ലേ? അതുകൊണ്ടാണ് പുവർ ലൈം എന്ന് പറയാനുള്ള കാരണം. ക്ലിയർ ആയോ? ക്ലിയർ അല്ലേ? അടുത്ത നോക്കാം, അഞ്ചാമത്തെ ടൈപ്പ്. എന്താ അഞ്ചാമത്തെ ടൈപ്പ് വരുന്നത്? ഫാറ്റ് ലൈം. എന്താ? ഫാറ്റ് ലൈം. എന്താ ഫാറ്റ് ലൈം? ഈസ് വൈറ്റ് ഇൻ കളർ. പ്യുവർ വൈറ്റ് ഫോമിൽ കാണുന്ന ലൈം ഏതാണ്? ഫാറ്റ് ലൈം. വിച്ച് ഹാസ് ഹൈ കാൽസ്യം ഓക്സൈഡ് കണ്ടൻറ്റ്. എന്തുണ്ട്? കാൽസ്യം ഓക്സൈഡ് കണ്ടൻറ്റ് ഉണ്ട്. നമുക്കറിയാം കാൽസ്യം കാർബണേറ്റ് ആണ് അതിൻ്റെ ലൈമിൻ്റെ കെമിക്കൽ ലൈം. എന്തുണ്ട്? ഫാറ്റ് ലൈമിൽ എന്ത് കൂടുതലാണ്? കാൽസ്യം ഓക്സൈഡ്. കാൽസ്യത്തിൻ്റെ ഓക്സൈഡ്. ഈ ഓക്സൈഡ് എങ്ങനെ കിട്ടുക? ചാരം അല്ലേ? ഈ ഓക്സൈഡ് എന്ന് പറയുന്നത് ചാരമാണ്. അതായത് കാൽസ്യത്തിനെ ബേൺ ചെയ്തിട്ട് കത്തിച്ചിട്ട് ബാക്കി കിട്ടുന്ന ചാരം, അതിനാണ് ഓക്സൈഡ്സ് എന്ന് പറയുക. ഓക്കെ, എന്തിനാണ് ഓക്സൈഡ് എന്ന് പറയുക? ഇപ്പോൾ അയൺ ആണെങ്കിലും എന്താണ്? അയണിൻ്റെ ചെറിയ പോർഷൻസ് അല്ലേ, ചെറിയ ഷീറ്റുകളും കാര്യങ്ങളും എന്താണ്? ബേൺ ചെയ്തിട്ട് ബാക്കി കിട്ടുന്ന അവശിഷ്ടം, അതിനെയാണ് നമ്മൾ ആഷ്, ചാരം എന്ന് പറയും. അതിനെയാണ് ഓക്സൈഡ് എന്ന് പറയുക. ഇപ്പോൾ കാൽസ്യത്തിനെ ബേൺ ചെയ്തിട്ട് കിട്ടുന്ന ബാക്കി ആഷിനെയാണ് എന്ത് പറയുക? ഓക്സൈഡ് എന്ന് പറയുക. കാൽസ്യത്തിൻ്റെ ഓക്സൈഡ്. ഓക്കെ, അപ്പോൾ എന്ത് കണ്ടൻറ്റ് കൂടുതലാണ് ഫാറ്റ് ലൈമിൽ? കാൽസ്യം ഓക്സൈഡ്. ഓക്കെ, ക്ലിയർ ആണോ അവിടം വരെ? ക്ലിയർ ആണോ? This lime can set and become hard only in the presence of carbon dioxide. കാർബൺ ഡയോക്സൈഡിൻ്റെ പ്രസൻസിൽ മാത്രമേ ഈ ലൈം എന്ത് ചെയ്യുള്ളൂ? സെറ്റിംഗ് ആവുള്ളൂ, അതുപോലെ തന്നെ ഹാർഡ് ആവുള്ളൂ. കാർബൺ ഡയോക്സൈഡിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഫാറ്റ് ലൈം സെറ്റിംഗ് ഔട്ട് ആവുള്ളൂ, അതുപോലെ തന്നെ ഹാർഡനിങ് ചെയ്യുള്ളൂ, സ്ട്രെങ്തൻ അറ്റൈൻ ചെയ്യുള്ളൂ. ഓക്കെ, ഓൺലി ഇൻ ദി പ്രസൻസ് ഓഫ് കാർബൺ ഡയോക്സൈഡ്. ക്ലിയർ ആണോ? അഞ്ചാമത്തെ ടൈപ്പ് കഴിഞ്ഞു.
അടുത്ത ടൈപ്പ് വരുന്നതാണ് എന്ത്? റിച്ച് ലൈം. 6th വൺ റിച്ച് ലൈം. എന്താ റിച്ച് ലൈം? is a type of lime used in civil engineering that is high in calcium oxide. ഹൈ ലെവലിൽ കാൽസ്യം ഓക്സൈഡ് ഉള്ള ലൈമാണ് എന്ത്? റിച്ച് ലൈം. ക്ലിയർ അല്ലേ? അതായത് എൻജിനീയറിംഗ് വർക്ക്സിന് യൂസ് ചെയ്യുന്ന ലൈം എന്താണ്? ഹൈ കണ്ടൻറ്റ് ഓഫ് കാൽസ്യം ഓക്സൈഡ്, അതായത് CaO ഓക്സൈഡ്. ക്ലിയർ അല്ലേ? റിച്ച് ലൈം എന്താണ്? നമ്മൾ കൺസ്ട്രക്ഷൻ സിവിൽ എഞ്ചിനീയറിംഗ് യൂസ് ചെയ്യുന്ന ഒരു ലൈമാണ്, ഒരു ടൈപ്പ് ലൈമാണ് എന്ത്? റിച്ച് ലൈം. ആ റിച്ച് ലൈമിൽ എന്തിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ്? കാൽസ്യം ഓക്സൈഡിൻ്റെ കണ്ടൻറ്റ് ഹൈ ലെവലിലുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ടൈപ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞപ്പോൾ ആദ്യത്തെ ടൈപ്പ് ക്യുക്ക് ലൈം അല്ലേ? ക്യുക്ക് ലൈം. 2 സ്ലൈക്കഡ് ലൈം. 3 ഹൈഡ്രോളിക് ലൈം. 4 പ്യുവർ ലൈം. 5 ഫാറ്റ് ലൈം. 6 റിച്ച് ലൈം. ലൈമിൻ്റെ ടൈപ്സ് ഓക്കെ അല്ലേ? ഓക്കെ. അടുത്ത എന്താണ്? പ്രിപ്പറേഷൻ ഓഫ് ലൈം മോട്ടാർ. ലൈം മോട്ടാർ നമ്മളിപ്പോൾ ക്ലാസ് തുടങ്ങിയപ്പോൾ തൊട്ട് പറയുന്നതാണ് ലൈം മോട്ടാർ, ലൈം കോൺക്രീറ്റ് എന്നൊക്കെ പറയുന്നത്. ഈ ലൈം മോട്ടാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. സാധാരണ മോട്ടാർ നമ്മളെങ്ങനെ ഉണ്ടാക്കുക? സിമെൻറ്റ് മോട്ടാറാണെന്ന് വിചാരിക്കുക. എങ്ങനെ ഉണ്ടാക്കുക? അതായത് ഫൈൻ സാൻഡും സിമെൻറ്റ്, അതായത് നമ്മൾ ബൈൻഡിങ് മെറ്റീരിയലായിട്ട് സിമെൻറ്റ് യൂസ് ചെയ്യും അല്ലേ? ബൈൻഡിങ് മെറ്റീരിയലായിട്ട് സിമെൻറ്റ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ സിമെൻറ്റ് നമ്മൾ ആഡ് ചെയ്യും. ഫൈൻ സാൻഡിൻ്റെ കൂടെ സിമെൻറ്റ് ആഡ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കും? എക്സ്ട്രാ വാട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സിമെൻറ്റ് മോട്ടാർ ഉണ്ടാക്കുന്നത് അല്ലേ? അപ്പോൾ ലൈം മോട്ടാർ എന്തായിരിക്കും? സിമെൻറ്റിന് പകരം നമ്മൾ എന്ത് ആഡ് ചെയ്യും? ലൈം ആഡ് ചെയ്ത് കൊടുക്കും. സിമെൻറ്റിന് പകരം ലൈം ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നോക്കാം എന്താ സ്റ്റെപ്സ് ഫോർ പ്രിപ്പയറിങ് ലൈം മോട്ടാർ. ലൈം മോട്ടാർ ഉണ്ടാക്കുന്നതിൻ്റെ പ്രിപ്പറേഷൻ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? മെഷർ ഇൻഗ്രീഡിയൻസ്. എന്താണ്? ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യണം അല്ലേ? ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണ്? മെയിൻ ഇൻഗ്രീഡിയൻസ് 2 വരുന്നത്. എന്താ? ഒന്ന് നമ്മൾ പറഞ്ഞ പോലെ ഫൈനായിട്ടുള്ള സാൻഡും. സിമെൻറ്റ് മോട്ടാർ ആണെങ്കിൽ സിമെൻറ്റ് യൂസ് ചെയ്യും. ലൈം മോട്ടാർ ആണെങ്കിൽ എന്ത് യൂസ് ചെയ്യും? ലൈം. മെഷർ ഔട്ട് ദി റേഷ്യോ ഓഫ് സാൻഡ് ടു ലൈം. സാൻഡും അതുപോലെ തന്നെ ലൈമും നമ്മൾ മെഷർ ചെയ്യും. ഫോർ എക്സാമ്പിൾ എന്താണ്? യു ക്യാൻ യൂസ് 1:1 ഓർ 3:1. 1:1 ആണെങ്കിൽ എന്താണ് റേഷ്യോ? എങ്ങനെയാണ്? 1:1 വരുന്നത്. 1:1 അല്ലേ? 1 നമ്മൾ സാൻഡ് എടുക്കണേന്ന് വെച്ചാൽ ലൈമും 1 തന്നെ എടുക്കാം. ഓക്കെ, ഒരേ യൂണിറ്റിൽ എടുക്കാം. ഒരേ യൂണിറ്റിൽ ഒരേ ക്വാണ്ടിറ്റി ആയിരിക്കും വരിക അല്ലേ? 1:1 എന്ന് പറയുമ്പോൾ സെയിം ക്വാണ്ടിറ്റി അല്ലേ വരിക? 1:1 എന്ന് പറയുമ്പോൾ ക്വാണ്ടിറ്റിയിൽ മാറ്റം വരുന്നില്ല. ഇപ്പോൾ 3:1 ആണെങ്കിലോ 3 സാൻഡും 1 ലൈമും അല്ലേ? അതായത് 1/3 ഭാഗം അല്ലേ? നമ്മൾ സാൻഡ് എടുക്കുന്നതിൻ്റെ 1/3 ഭാഗം മാത്രമേ നമുക്ക് എന്തിൻ്റെ ആവശ്യമുള്ളൂ? ലൈമിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. ഇപ്പോൾ റേഷ്യോ നിങ്ങൾക്ക് നിങ്ങളെ പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല. കോൺക്രീറ്റിൻ്റെയും മോട്ടാറിൻ്റെയും ഒക്കെ അല്ലേ? ഡെയിലി ലൈഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അല്ലേ? റേഷ്യോ പഠിപ്പിക്കണ്ടല്ലോ. റേഷ്യോ പഠിപ്പിക്കാനൊന്നുമില്ല. 1:1 എന്താ? 1, 1.5, 3 എന്നൊക്കെ പറയുമ്പോൾ ഫസ്റ്റ് സിമെന്റിന്റെ റേഷ്യോ അല്ലേ എടുക്കല്ലേ? അല്ല, ഇതിൽ നമ്മൾ എടുക്കുന്നത് സാൻഡ് ടു ലൈമാണ്. സാൻഡും ലൈമും. ഓക്കെ,
1:1 എന്ന് പറഞ്ഞ സീലിങ്ങിന് ഉപയോഗിക്കണോ? ആ, സീലിങ്ങിന് യൂസ് ചെയ്യാം. കുറച്ച് സ്റ്റിഫായിട്ടുള്ളതായിരിക്കും. സീലിങ് പ്ലാസ്റ്ററിങ്ങിനൊക്കെ യൂസ് ചെയ്യാം. അതായത് രണ്ടും സെയിം ക്വാണ്ടിറ്റി അല്ല വരുന്നത്. അപ്പോൾ എക്സാമ്പിൾ പറഞ്ഞതാണ് 1:1 ആണെങ്കിൽ 1 സാൻഡും 1 ലൈമും എടുക്കാം. ഓക്കെ, ക്ലിയർ ആണോ? 2 ഇൻഗ്രീഡിയൻസ് ആണ് ആദ്യം എടുക്കുന്നത്. ഏതൊക്കെയാ? സാൻഡും ലൈമും. നമ്മൾ സിമെൻറ്റ് മോട്ടാറിൽ എടുക്കുന്ന പോലെ സിമെൻറ്റിന് പകരം ലൈം യൂസ് ചെയ്യുന്നു ഫസ്റ്റ് സ്റ്റെപ്പിൽ. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? മിക്സ് ഡ്രൈ ഇൻഗ്രീഡിയൻസ്. അതൊന്ന് ആദ്യം നമ്മൾ മോട്ടാർ ചെയ്യുന്ന സമയത്ത്, സിമെൻറ്റ് മോട്ടാറാണെങ്കിലും നമ്മളത് ആദ്യം ഡ്രൈ ആയിട്ട് മിക്സ് ചെയ്യും. അതിന് ശേഷം മാത്രമേ വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുള്ളൂ, അല്ലേ? അങ്ങനെയല്ലേ ചെയ്യുക? 2 ഇൻഗ്രീഡിയൻസ് എടുത്തു കഴിഞ്ഞാൽ അതിനെ വെള്ളം ആഡ് ചെയ്യുന്നതിന് മുമ്പ് ഡ്രൈ ആയിട്ടുള്ള മിക്സിങ് നടത്തും നമ്മൾ, അല്ല? ഇപ്പോൾ സാൻഡും സിമെൻറ്റും എടുക്കുകയാണെങ്കിൽ അത് ആദ്യം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം, അല്ലേ? ഷവല് ഒക്കെ യൂസ് ചെയ്ത്, അല്ലെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി ആണെങ്കിൽ ട്രവലൊക്കെ യൂസ് ചെയ്ത് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷമാണ് വാട്ടർ ആഡ് ചെയ്യുക. ഇവിടെ എന്താണ്? ഡ്രൈ ഇൻഗ്രീഡിയൻസിനെ മിക്സ് ചെയ്യണം. ഡ്രൈ ആയിട്ടുള്ള സാൻഡിനെയും ലൈമിനെയും നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം? മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ദി സാൻഡ് ആൻഡ് ലൈം ടുഗദർ അണ്ടിൽ ദി സാൻഡ് ഈസ് കോട്ടഡ് വിത്ത് ലൈം. സാൻഡിൽ ലൈം നന്നായിട്ട് മിക്സ് ചെയ്യാനായിട്ട്, മിക്സ് ആവാനായിട്ട്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്ത എന്താണ്? മൂന്നാമത്തെ സ്റ്റെപ്പിലാണ് നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുക്കുക? വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്താണ്? ഗ്രാജുവലി ആഡ് വാട്ടർ അണ്ടിൽ യു റീച്ച് ദി ഡിസൈഡ് കൺസിസ്റ്റൻസി. നമുക്ക് വേണ്ട കൺസിസ്റ്റൻസി അനുസരിച്ച് നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുക്കും? മോട്ടാറാകുമ്പോൾ വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കും, അല്ലേ? നമുക്ക് ആ കൺസിസ്റ്റൻസി എത്തുന്നത് വരെ, അതായത് ഡോണ്ട് ആഡ് ടു മച്ച് വാട്ടർ. കൂടുതൽ വാട്ടർ ആഡ് ചെയ്യാനും പാടില്ല, അതുപോലെ കുറവ് വാട്ടർ ആവാനും പാടില്ല. നമുക്ക് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി അറിയാം, അല്ലേ? ആ കൺസിസ്റ്റൻസി വരെ വെള്ളം ഒഴിക്കണം. ഇപ്പോൾ നമുക്ക് ആ കൺസിസ്റ്റൻസി ആയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? കുറച്ചും കൂടി കൂടുതൽ വാട്ടർ ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യണം? നന്നായിട്ട് മിക്സ് ചെയ്യണം, വേണ്ടേ? നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ട കൺസിസ്റ്റൻസിയിൽ ആ മോട്ടാറിനെ എത്തിക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് നാലാമതൊരു സ്റ്റെപ്പ് കൂടി നമ്മൾ ചെയ്യണം. മിക്സ് എഗെയിൻ. വീണ്ടും നമ്മൾ മിക്സ് ചെയ്യണം. എങ്ങനെ? മിക്സ് ഫോർ എ ഫർദർ 20 minutes ബിഫോർ യൂസ്. അതായത് ബിഫോർ യൂസ്, നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? വീണ്ടും ഇതിനെ മിക്സ് ചെയ്യണം. നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള മോട്ടാറിനെ മിക്സ് ചെയ്യണം. 20 minutes എന്നൊക്കെ പറയുന്നുണ്ട്, അത്രത്തോളം ഒന്നും മിക്സ് ചെയ്യില്ല. ഓക്കെ, അതായത് യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അങ്ങനെ എടുത്തിട്ട് യൂസ് ചെയ്യരുത്. ഒന്നും കൂടി മിക്സ് ചെയ്തതിന് ശേഷം സെക്കൻഡ് റൗണ്ടും കൂടി മിക്സ് ചെയ്യുക. സെക്കൻഡ് റൗണ്ട് എന്ന് പറയാൻ പറ്റില്ല, തേർഡ് റൗണ്ട് മിക്സ് ചെയ്യുക, അല്ലേ? ഡ്രൈ മിക്സ് കഴിഞ്ഞിട്ട് വാട്ടറും കൂടി ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ മിക്സും കൂടി ചെയ്തിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. നമുക്ക് മോട്ടാറാണെങ്കിൽ മോട്ടാർ, അല്ലെങ്കിൽ പ്ലാസ്റ്ററിങ് ചെയ്യാനാണെങ്കിൽ പ്ലാസ്റ്ററിങ്, അതിന് വേണ്ടി യൂസ് ചെയ്യാനായിട്ട്. ക്ലിയർ ആണോ? 4 സ്റ്റെപ്സ്. ആദ്യം ഇൻഗ്രീഡിയൻസ് മെഷർ ചെയ്തെടുക്കുക, അതിനുശേഷം ആ 2 ഇൻഗ്രീഡിയൻസിനെയും ഡ്രൈ മിക്സ് ചെയ്യുക, അതിനുശേഷം വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക, വേണ്ട കൺസിസ്റ്റൻസിയിൽ എത്തിക്കുക. 4ാമത്തെ സ്റ്റെപ്പ് എന്താണ്? യൂസ് ചെയ്യുന്നതിന് മുമ്പ് നല്ലോണം വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ഓക്കെ. ഓക്കെ, നമുക്ക് ഈ 2 ടോപ്പിക് കൂടി വരുന്നുള്ളൂ. ആ 2 ടോപ്പിക് കൂടി എടുത്താലോ? എടുക്കാം. ലൈമിൽ എന്താ? ഓക്കെ, എന്തെങ്കിലും തിരക്കുള്ളവരായിരിക്കും. അപ്പം ഞാൻ 2 ടോപ്പിക്കും കൂടി ഉള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് കവർ ചെയ്യാമെന്ന് വിചാരിച്ചത്. കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ലൈമിൻ്റെ പ്രോപ്പർട്ടീസ് പഠിച്ചു ഇന്ന്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ലൈമിൻ്റെ യൂസസ് പഠിച്ചു. അതുപോലെ തന്നെ എന്താണ് യൂസസ് നിങ്ങൾക്ക് സിലബസിലില്ല, എന്നാലും ഞാൻ എക്സ്ട്രാ പറഞ്ഞു തന്നതാണ്. അതുപോലെ തന്നെ ടൈപ്സ് പഠിച്ചു. ടൈപ്സ് നിങ്ങൾക്ക് ഉള്ളതാണ് കേട്ടോ. ടൈപ്സ് ഇമ്പോർട്ടൻ്റ് ആണ്.
6 ടൈപ്പ് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ലൈം മോട്ടാർ എങ്ങനെയാണ് പ്രിപ്പറേഷൻ ചെയ്യണമെന്നും പഠിച്ചു. അതിൻ്റെ 4 സ്റ്റെപ്സ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ളത് പ്രിപ്പറേഷൻ ഓഫ് എങ്ങനെയാണ് ലൈം മോട്ടാർ അല്ല, വൈറ്റ് വാഷിംഗ്. ഹൗ ടു മേക്ക് ലൈം വൈറ്റ് വാഷ് ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ ലൈം മോട്ടാറിൻ്റെ പ്രിപ്പറേഷൻ. ഹെഡിങ് തെറ്റാണ്. ഹൗ ടു മേക്ക് വൈറ്റ് വാഷ്, ലൈമിൻ്റെ വൈറ്റ് വാഷ് എങ്ങനെയാണെന്ന് അതും പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് കൺസിഡറേഷൻസ്, അതായത് ലൈം യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. സേഫ്റ്റി ഗ്ലൗസ്, ഐ പ്രൊട്ടക്ഷൻ ആൻഡ് ഹാൻഡ്ലിങ് ലൈം ആസ് ക്യാൻ ഇറിറ്റേറ്റ് സ്കിന്ന്. ലൈം എന്താണ്? സ്കിന്നിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു കണ്ടൻ്റാണ് അല്ലേ. പൊള്ളലൊക്കെ സംഭവിക്കും. സിമെൻറ്റ് പോലെ തന്നെ പൊള്ളലും കാര്യങ്ങളും സംഭവിക്കും. അതുപോലെ തന്നെ ലൈം വാട്ടറായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട്. ആ കെമിക്കൽ റിയാക്ഷനിൽ നമ്മുടെ കണ്ണിനൊക്കെ അത് പ്രശ്നമാണ്. ആ കണ്ണിലേക്ക് അതിൻ്റെ പുകയോ ആവിയൊക്കെ തട്ടിക്കഴിഞ്ഞാൽ കണ്ണിന് കേടാണ് അതൊക്കെ. ഓക്കെ, അതൊരു പ്രൊട്ടക്ഷൻ, അതൊരു കൺസിഡറേഷനാണ്. പിന്നെന്താണ്? അപ്ലൈ ദി ലൈം വാഷ് വിത്ത് എ ബ്രഷ് ടു ദി ഡിസയേർഡ് സർഫസ്. നമ്മൾ ലൈമിൽ എന്താണ് ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്? ലൈം വൈറ്റ് വാഷിംഗ് ഒക്കെ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെയാണ് എന്താണ് ഡ്രൈയിങ് ടൈം. അലോ ദി ലൈം വാഷ് ടു ഫുള്ളി ഡ്രൈഡ് ബിഫോർ അപ്ലൈയിങ് അനദർ കോട്ട്. നമ്മൾ രണ്ടാമതൊരു കോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് എന്താണ് നമ്മൾ ആദ്യം അപ്ലൈ ചെയ്തിട്ടുള്ള കോട്ട് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യണം. ഓക്കെ, ഒരു 3 ടൈപ്പ്. അതുപോലെ വൈറ്റ് വാഷ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്, നമ്മൾ ലൈം മോട്ടാർ എങ്ങനെയാണ് ചെയ്തത്, അതുപോലെ തന്നെ വൈറ്റ് വാഷിങ് എങ്ങനെയാണ് ചെയ്യണതെന്ന്. അപ്പോൾ അത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, ഈ 2 ടോപ്പിക്കും കൂടി കഴിഞ്ഞാൽ ലൈമിൻ്റെ ടോപ്പിക്ക് തീരും കേട്ടോ. എൻഡ്. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. എന്നാൽ മാത്രമേ എനിക്ക് ക്ലാസ് ഇടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും ഇടേണ്ടതായിട്ട് വരും. താങ്ക് യു.